ഹലോ ചാപ്റ്റർ 11 കവിത ക കമാൽ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ ഓൾറെഡി പാർട്ട് 1 വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എക്സസൈസിലുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൽ ചെയ്യാത്ത പോർഷൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കണം. बातचीत के लिए क्या आपको कथा कहानी सुनना सुनाना पसंद है? अपने उत्तर का कारण बताइए. നിങ്ങൾക്ക് കഥകൾ കേൾക്കാനും പറയാനും ഇഷ്ടമാണോ? എന്തുകൊണ്ട്? ഇത് ഓരോരുത്തരുടെയും ഉത്തരം വ്യത്യസ്തമായിരിക്കും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആൻസർ ക്ലാസ്സിൽ പോയിട്ട് ഡിസ്കസ് ചെയ്യണം. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. हाँ हाँ എന്ന് പറഞ്ഞാൽ हाँ मुझे पसंद है क्योंकि कहानियां रोचक होती है. കഹാനിയാം ഇൻട്രസ്റ്റിംഗ് ആണ്. और अच्छी बातें सिखाती है. നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും പല കഥകളിലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, इस लोक कथा का सबसे रोचक हिस्सा कौन सा है और क्यों? ഈ ഒരു ചാപ്റ്ററിലുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പോർഷൻ ഏതായിരുന്നു and why? ഇതും നിങ്ങളുടെ ആൻസർ നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. सबसे रोचक हिस्सा वह है जब राजा कविता जोर से बोल रहे थे और चोरों को लगा कि राजा ने उन्हें देख लिया है. രാജാവ് കവിത ഉറക്കെ ചൊല്ലിയ സമയത്ത് കള്ളന്മാർ വിചാരിച്ചു രാജാവ് അവരെ കണ്ടു എന്ന്. ചോരോം കി ഹർ ഹർക്കത്ത് കവിത കി ലൈൻ സെ മിൽ രഹി ഥി. കവിതയിലുള്ള ഓരോ പങ്ക്തിയും കള്ളന്മാരുടെ ആക്ഷൻസുമായിട്ട് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇസിലിയെ ഹർ ബാർ വോ ഡർ രഹേ ഥേ. ഇങ്ങനെ ഇതുകൊണ്ടായിരുന്നു ഓരോ പ്രാവശ്യവും അവർ പേടിച്ചു പോയത്. യഹി സബ് ബഹുത് മസേദാർ ലഗാ. ഇതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈനിനെ പറ്റി നിങ്ങളും ഇതുപോലെ ആലോചിക്കുക. राजा का खजाना मदन की कविता के कारण बचा या राजा के कारण जो कविता को जोर जोर से बोल रहे थे. ഖജനാവ് ആര് കാരണമാണ് കൊള്ളയടിക്കാതെ രക്ഷപ്പെട്ടത്? രാജാവ് കാരണമാണോ അതോ മദന്റെ കവിത കാരണമാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? राजा का खजाना मदन और राजा दोनों की वजह से बचा. രണ്ടുപേരും കാരണമാണ് അല്ലേ? രാജ उसी समय मदन की कविता जोर से दोहरा रहे थे इसलिए चोर डरकर भाग गए और खजाना बच गया. ആ സമയത്ത് രാജാവിന് അങ്ങനെ ഉറക്കെ കവിത ചൊല്ലാൻ തോന്നിയത് കൊണ്ടല്ലേ കള്ളന്മാരത് കേട്ടത്? അതുപോലെ ആ കവിതയുടെ ലൈനിന്റെ പ്രത്യേകത കൊണ്ടുമാണ് കള്ളന്മാര് പേടിച്ചു പോയത്. അപ്പൊ രണ്ടുപേരും കാരണമാണ് ഖജനാവ് രക്ഷപ്പെട്ടത്. राजमहल में जब मदन ने अपनी कविता सुनाई तो सुनने वाले एक दूसरे का मुंह क्यों ताकने लगा. മദൻ കവിത പാടിയ സമയത്ത് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായിരുന്നു അതിന്റെ റീസൺ? लोग एक दूसरे का मुंह इसलिए ताकने लगे क्योंकि उन्हें मदन के विचित्र कविता समझ में नहीं आई. മദന്റെ വിചിത്രമായ ഈ ഒരു കവിത ആർക്കും മനസ്സിലായില്ല. वे यह भी देखना चाहते थे कि क्या बाकी लोगों को कविता समझ आई या नहीं. എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും മനസ്സിലായോ എന്ന് നോക്കാൻ വേണ്ടിയാണ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയത്. आप इस कहानी का कोई और शीर्षक सुझाइए तथा बनाइए कि यह शीर्षक क्यों देना चाहते हैं. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് വേറെ ഏതെങ്കിലും ഒരു ഹെഡിങ് കൊടുക്കണം, ഒരു ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ടൈറ്റിലാണ് കൊടുക്കുക? എന്തുകൊണ്ട്? കവിതാക്കി താക്കത്ത്, നമുക്ക് താക്കത്ത് എന്നും കൊടുക്കും, അതിന്റെ ശക്തി. ക്യോങ്കി കവിതാക്കി വജസെ ചോർ പക്കടേക്ക്. ഈ കവിത കാരണമാണല്ലേ കള്ളന്മാരെ പിടിച്ചത്. ഇനി അല്ലെങ്കിൽ വിചിത്ര കവിത, ഇനി അതും അല്ലെങ്കിൽ വേറെ ഏത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് ആലോചിച്ച് കണ്ടുപിടിക്കാം. कविता की बात, उपयुक्त शब्द का चयन कर वाक्य पूरा कीजिए. सुरुर सुरुर का डैश है. എന്തായിരുന്നു? सुरुर सुरुर का पीबत है. डैश का गोदत है. गुदुर गुदुर का गोदत है. आप कौन है साहब? उत्तर मिला डैश धन्नू शाह. मिलान कीजिए. नीचे दी गई कविता की पंक्तियों को उनके क्रम में मिलाइए. കവിതയുടെ ലൈൻസ് ഇവിടെ ഓർഡറിലല്ലാതെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഓർഡറിലാക്കണം. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹംസെ ന ബച്ച് സഖ്ത് ഹേ. 7th ലൈൻ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലൈൻ മുതൽ നോക്കാം. ഏതാണ് ഫസ്റ്റ് ലൈൻ? ഗുദുർ ഗുദുർ കാ ഗോദത് ഹേ. സെക്കൻഡ് ലൈനോ? സുരുർ സുരുർ കാ പീബത് ഹേ. താക്ക് ജാക്ക് കാ ഗോജത് ഹേ. അടുത്ത ലൈൻ
हम जन्नत का ढूंढत है. അടുത്ത ലൈൻ सरक सरक कहाँ भागत है. അടുത്ത ലൈൻ जानत हो हम देखत है. നെക്സ്റ്റ് ലൈൻ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. हमसे न बच सकत है. लास्ट लाइन ആണ് धनुषा by धनुषा. रिक्त स्थानों में उपयुक्त पंक्ति लिखिए और चित्र बनाकर उनका मिलान कीजिए. fill in the blanks ആണ്. ഫസ്റ്റ് ഗുദുർ ഗുദുർ കാ ഖോദത് ഹെ. ഇതിന്റെ ചിത്രം എവിടെയാണ്? യെസ്. സുരുർ സുരുർ കാ പീബത് ഹെ ഇവിടെയാണ്. നെക്സ്റ്റ് ലൈൻ ഏതായിരുന്നു? ടാക് ജാക് കാ ഗോജത് ഹെ. ഇനി അടുത്തത് ഈ ചിത്രമാണല്ലേ. ഇതിന്റെ ലൈൻ എന്താണ്? സരക് സരക് കഹാ ഭാഗത് ഹെ. सोचिए और लिखिए. अब मैं तुझे और बिठाकर नहीं खिला सकती. മദൻ की माँ ने ऐसा क्यों कहा? മദന്റെ അമ്മ മദനോട് പറഞ്ഞു, अब मैं तुझे और बिठाकर नहीं खिला सकती. എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്? वे बहुत गरीब थे और कमाई का कोई साधन नहीं था. इसलिए माँ चाहती थी कि मदन खेलते रहने के बजाय कुछ काम करके पैसा लाए. എന്താണ് കാരണം? അവര് ഭയങ്കര പാവപ്പെട്ടവരായിരുന്നു. അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ ആഗ്രഹിക്കുകയാണ് മകൻ ഇങ്ങനെ ഫുൾ ഡേ കളിച്ചിരിക്കാതെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് പൈസ സമ്പാദിക്കാൻ. जब मदन ने महल का रास्ता पूछा तो धनुषा ने ऐसा क्यों कहा कि अगर वह नहीं तो और कौन जानेगा. ധനുഷാഹിന്റെ അടുത്ത് വഴി ചോദിച്ചപ്പോ ധനുഷാഹ് എന്താ ഉത്തരം പറഞ്ഞത്? എനിക്കറിയില്ലെങ്കിൽ പിന്നെ ആർക്കറിയാനാ എന്നല്ലേ. എന്തുകൊണ്ടാണ് ധനുഷാ അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ടാവുക? उसने ऐसा इसलिए कहा क्योंकि वह महल में चोरी करने की योजना बनाता था. മെഹലില് മോഷ്ടിക്കാനുള്ള എല്ലാ പ്ലാൻസും തയ്യാറാക്കുകയായിരുന്നു. അങ്ങനെ വരുമ്പോ ഉറപ്പായിട്ടും മെഹലിലേക്കുള്ള വഴിയും അയാൾക്ക് അറിയായിരിക്കും അല്ലെ. इसलिए उसे महल का रास्ता बहुत अच्छी तरह पता था. कहानी में मदन की कविता को विचित्र कहा गया है. क्या आपको भी ऐसा ही लगता है? कारण सहित लिखिए. മദന്റെ കവിത നിങ്ങൾക്ക് വിചിത്രമായിട്ടുള്ള ഒരു കവിതയായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ റീസൺ പറയാം. हाँ, मुझे भी यह कविता विचित्र लगी क्योंकि इसकी पंक्तियां अलग अलग जानवरों से यूं ही ले ली गई थी और इनका कोई स्पष्ट अर्थ नहीं था. ഓരോ ആനിമൽസിനെ കണ്ടപ്പോൾ ചുമ്മാ എടുത്ത കുറച്ച് വരികളാണ്, അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇതൊരു വിചിത്രമായ കവിതയായിട്ട് തോന്നിയത്. രാജാക്കോ മദൻ കി കവിത പഹേലി ജൈസെ ലഗി. രാജാവിന് മദന്റെ കവിത ഒരു റിഡിൽ ആയിട്ടാണ്, എന്തോ സോൾവ് ചെയ്യാനുള്ള ഒരു പസിലൊക്കെ ആയിട്ടാണ് തോന്നിയത്. ആപ്കോ യഹ് കൈസെ ലഗി. നിങ്ങൾക്കത് എങ്ങനെയാ തോന്നിയത്? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, മുझे യഹ് കവിത മസേദാർ और अलग लगी. समझ और अनुभव. सुरुर सुरुर क्या पीबत है. पंक्ति में पीने के साथ सुरुर सुरुर शब्द का ही प्रयोग क्यों किया गया है? പീപത്തിന്റെ കൂടെ സുരുർ സുരുർ എന്ന ശബ്ദം തന്നെ എന്തുകൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? സുരുർ സുരുർ പീനേക്ക് ആവാജ് ജൈസെ ലഗ്താ ഹെ. സുരുർ സുരുർ എന്നുള്ള ശബ്ദം വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം പോലെ തോന്നുന്നുണ്ട്. इससे पता चलता कि भैंस धीरे धीरे पानी पी रही है, इसलिए यही शब्द प्रयोग किया गया है. ആ ഒരു കുടിക്കുന്നതിന്റെ ശബ്ദം പോലെ തോന്നിക്കുന്നത് കൊണ്ടാണ് അതിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. राज दरबार में कवि सम्मेलन हो रहा है. सबसे अच्छे कविता सुनाने वाले को 100 अशरफियां पुरस्कार में मिलेंगे. 100 अशरफियां से आप क्या समझते हैं? 100 अशरफियां എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? 100 अशरफियां मतलब पुराने समय के सोने के 100 സിക്കെ. പണ്ടത്തെ കാലത്തുള്ള സ്വർണ്ണ നാണയങ്ങൾ, 100 സ്വർണ്ണ നാണയങ്ങൾ എന്നാണ് 100 അഷറഫിയാമിന്റെ അർത്ഥം. യഹ് ഉസ് സമയ കാ ബഹുത് ബഡാ ഇനാം താ. ആ സമയത്ത് 100 സ്വർണ്ണ നാണയം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സമ്മാനമാണ്. सरक सरक कहाँ भागत है. पंक्ति में सरक सरक किसके लिए प्रयुक्त हुआ है? यहाँ सरक सरक का ही प्रयोग क्यों किया गया है? നേരത്തെ സുരുർ സുരുർ എന്ന് പറഞ്ഞ പോലെ ഈ സരക് സരക് എന്തിനാണ് ഉപയോഗിച്ചത്? എന്തുകൊണ്ടാണ് അത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്?
सरक सरक साप के लिए प्रयोग हुआ है ആർക്ക് വേണ്ടിയാണ് സാപ്പ് സ്നേഹിക്കിന് വേണ്ടിയാണ് സാപ്പ് ജമീൻ पर धीरे धीरे सरक कर चलता है സാപ്പ് എങ്ങനെയാണ് സഞ്ചരിക്കുക മെല്ലെ മെല്ലെ ഭൂമിയിലൂടെ ക്രോൾ ചെയ്തിട്ടാണ് അത് മൂവ് ചെയ്യുക അല്ലെ इसलिए ये शब्द उसी हरकत को दिखाने के लिए इस्तेमाल किया गया है अब कोई चारा नहीं बस राजा साहब से दया की भीख मांग सकता हूँ ऐसा धन्नू शाह ने क्यों सोचा ഇനി ഒരു വഴിയുമില്ല രാജാവിന്റെ അടുത്ത് ദയ കാണിക്കണമെന്ന് അപേക്ഷിക്കുകയല്ലാതെ വേറൊരു വഴിയും ഇല്ല എന്ന് എന്തുകൊണ്ടാണ് ധന്നു ഷാഹിന് തോന്നിയത് धन्नू शाह डर गया था क्योंकि राजा कविता बोलते बोलते उसका नाम भी कह रहे थे രാജാവ് കവിതയില് ധന്നു ഷാഹിന്റെ പേര് പോലും പറഞ്ഞു അല്ലേ उसे लगा कि वह पकड़ गया है और अब बचने का कोई तरीका नहीं രാജാവിന് എന്നെ മനസ്സിലായി എന്നെ പിടിച്ചു ഇനി എനിക്ക് വേറെ ഒരു വഴിയും ഇല്ല എന്ന് ധന്നു ഷാഹിന് തോന്നി इसलिए उसने दया मांगने का सोचा അതുകൊണ്ടാണ് രാജാവിന്റെ അടുത്ത് ദയ കാണിക്കണേ എന്ന് അപേക്ഷിക്കാൻ തീരുമാനിച്ചത് अनुमान और कल्पना यदि मदन रोज घर के खेल में घर से बाहर नहीं निकलता तो क्या होता മദൻ ഒരു ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ കഥ മുഴുവൻ സംഭവിച്ചത് അല്ലെ ഇനി എല്ലാ ദിവസവും പോലെ കളിക്കാൻ വേണ്ടി ജോലിക്ക് പോകുന്ന കാര്യമൊന്നും മദൻ തീരുമാനിച്ചില്ല എന്ന് കരുതുക അങ്ങനെ മദൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു അഗർ മദൻ ബാഹർ നഹി നികൽത്താ തോ ഉസെ കവിതാ സമ്മേളൻ കാ പത്താ നഹി ചൽത്താ പുറത്തിറങ്ങിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കവിതാ സമ്മേളനത്തിനെ പറ്റി അറിയില്ലായിരുന്നു ഓർ നഹി ഉസെ കോയി ഇനാം മിൽത്താ അതുപോലെ തന്നെ അവന് ഒരു സമ്മാനവും കിട്ടില്ലായിരുന്നു വ ഓർ ഉസ്കി മാ ഗരീബ് ഹി രഹത്തെ അവനും അവന്റെ അമ്മയും പാവപ്പെട്ടവരായി തന്നെ കഴിയുമായിരുന്നു कल्पना और अनुमान से बताइए कि राजमहल कैसा होता होगा രാജ്മഹൽ എങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് പറയാം പറ്റുമെങ്കിൽ നല്ലൊരു ചിത്രവും വരയ്ക്കാൻ ശ്രമിക്കുക നമുക്കൊരു എക്സാമ്പിൾ നോക്കാം രാജ്മഹൽ बहुत बड़ा और सुंदर होता होगा അല്ലെ വളരെ വലുതും നല്ല ഭംഗിയുള്ളതുമായിരിക്കാം उसमें ऊंचे दरवाजे चमकदार कमरे बड़े हॉल सिपाही और चारों तरफ സജാവട്ട് ഹോത്തി ഹോഗി വലിയ വലിയ വാതിലുകളും പിന്നെ നല്ല നല്ല റൂമുകളും ബഡേ ഹാളുകളും പിന്നെ അവിടെ കാവൽക്കാരും എല്ലായിടത്തിലും നന്നായിട്ട് അലങ്കരിച്ചതുമൊക്കെ ആയിരിക്കും രാജകൊട്ടാരം ഇനി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം പ്ലസ് നല്ല ഭംഗിയിലൊരു ചിത്രം വരയ്ക്കാം राजा के खजाने में क्या क्या होता होगा और कितना कितना होता होगा എവിടെയാണോ സ്വർണം പണം പിന്നെ വിലപിടിപ്പുള്ള സാധനങ്ങളും ഒക്കെ സൂക്ഷിക്കുന്നത് അതിനാണ് ഖജനാവ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും ഈ ഖജനാവിൽ ഉണ്ടായിട്ടുണ്ടാവുക നിങ്ങൾ ആലോചിച്ച് ഉത്തരം പറയണം രാജാക്കെ ഖജാനേമേ സോന സ്വർണം ഉണ്ടായിരിക്കാം ചാന്തി വെള്ളി ഉണ്ടായിരിക്കാം ഹീരെ മോത്തി രത്നങ്ങളും മുത്തുകളും ഉണ്ടായിരിക്കാം ഗഹനെ और कीमती सामान बहुत मात्रा में होता होगा കീമത്തി സാമാൻ എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ വളരെയധികം ബഹുത് മാത്രമേ എന്ന് പറഞ്ഞാൽ കുറെ അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിട്ടുണ്ടാവാം मदन की कविता से प्रसन्न होकर राजा ने उसे विदा करने समय क्या क्या उपहार दिए होंगे മദന്റെ കവിതയിൽ സന്തോഷപ്പെട്ട രാജാവ് തിരിച്ചു പോകുന്ന സമയത്ത് മദന് എന്തൊക്കെ ഗിഫ്റ്റുകളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക സ്വർണവും വെള്ളിയും ഒക്കെ കൊടുത്തു എന്ന് ചാപ്റ്ററിൽ പറയുന്നുണ്ട് എന്തൊക്കെ സ്പെസിഫിക് ഗിഫ്റ്റുകളായിരിക്കുമെന്ന് നിങ്ങൾ ഊഹിച്ചെഴുതുക ഓക്കെ मदन की कविता से प्रसन्न होकर राजा ने उसे विदा करने समय सोने चांदी के गहने സ്വർണവും വെള്ളിയുമായിട്ടുള്ള ആഭരണങ്ങൾ അഷർഫിയാം സ്വർണ്ണ നാണയങ്ങൾ അച്ചേ കപ്പടെ നല്ല നല്ല ഡ്രസ്സുകള് और खाने पीने का सामान ഭക്ഷണ സാമഗ്രികൾ ജैसे कई कीमती उपहार दिए होंगे വളരെ വളരെ വിലപിടിപ്പുള്ള വേറെയും പല ഗിഫ്റ്റുകളും കൊടുത്തിട്ടുണ്ടാവാം राजा ने मदन को बहुत सारा धन दिया होगा उसे यह सब कहां कहां खर्च करना चाहिए രാജാവ് മദന് കുറെ പൈസ കൊടുത്തിട്ടുണ്ടാവും അല്ലെ അത് എവിടെയൊക്കെ എന്തിനൊക്കെ വേണ്ടിയാണ് മദൻ ചെലവാക്കേണ്ടത് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് കോളത്തില് എന്തൊക്കെയാണ് ചെലവുകൾ എന്ന് ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി അതിനെ പറ്റി എഴുതുക ഫസ്റ്റ് വൺ
माँ के लिए कपड़े खरीदना, അമ്മയ്ക്ക് വേണ്ടി വസ്ത്രം ഡ്രസ്സ് വാങ്ങിക്കുകയാണ്. മദൻ കോ മാ की जरूरतें पूरी करनी चाहिए. മദൻ ഉറപ്പായിട്ടും അമ്മയുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കണം. നെക്സ്റ്റ്, കുച്ച് രൂപേ ബാങ്ക് മേ ജമാ കർന, കുറച്ച് പൈസ ബാങ്കിൽ ഇട്ട് വെക്കണം അല്ലേ? മദൻ കോ അപ്ന കുച്ച് ധൻ ഭവിഷ്യ കെ ലിയെ സുരക്ഷിത് രഖ്നാ ചാഹിയേ. ഭാവിയിലുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ കുറച്ച് സേവ് ചെയ്ത് വെക്കണം. ഇനി घर की जरूरत की चीजें खरीदना, വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. മദൻ को घर में जो सामान नहीं है वह खरीद लेना चाहिए. വീട്ടിൽ അത്യാവശ്യമായ സാധനങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ മദൻ വാങ്ങിക്കണം. अपनी पढ़ाई पर खर्च करना, വെറുതെ കളിച്ച് നടന്നാൽ മതിയോ? മദന് പഠിക്കണ്ടേ? മദൻ को अपनी पढ़ाई पर भी अच्छा पैसा लगाना चाहिए. വളരെ പഠിച്ച് നല്ല കുട്ടിയാവാൻ വേണ്ടിയും ആ പൈസ ചെലവഴിക്കണം. गरीबों की मदद करना, मदन को थोड़ा धन जरूरतमंद लोगों की मदद के लिए भी रखना चाहिए. കുറച്ച് പൈസ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയും ഉപയോഗിക്കണം. कहानियां सुनना और सुनाना सभी को पसंद होता है. नीचे दिए गए निर्देशों के अनुसार कक्षा में कविता का कमाल कहानी सुनाइए. स्वयं को मदन की जगह रखकर यह कहानी अपनी मातृभाषा या अपनी पसंद की भाषा में सुनाइए. ആദ്യത്തെ ടാസ്ക് എന്താണ്? നിങ്ങൾ മദനാണെന്ന് കരുതുക. അപ്പൊ നിങ്ങൾക്കുണ്ടായ അനുഭവം, ഈ ഒരു കഥ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ലാംഗ്വേജിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. मदन आपका मित्र है. मदन ने कुछ समय पहले आपको यह कहानी सुनाई थी. अब आप यह कहानी अपनी कक्षा में सुनाइए. നേരത്തെ മദൻ സ്വയമായിരുന്നു പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിന്ന്. ഇനി മദൻ നിങ്ങളുടെ ഫ്രണ്ട് ആയിരുന്നിട്ട് അവൻ പറഞ്ഞു തന്ന കഥ എങ്ങനെയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. രണ്ടും ഒരേ കഥയാണ്, പക്ഷെ രണ്ട് രീതിയിലാണ്. ഒന്ന് നമ്മുടെ സ്വയം അനുഭവവും മറ്റേത് വേറൊരാൾ പറഞ്ഞു തന്ന രീതിയിലുമാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ സ്വയം ചെയ്യാം. പാഠ് സെ ആകെ, സാപ് രേഖ് കർ ചലത്തെ ഹെ. സ്നേക്ക് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ക്രോളിംഗ് ആണ് അല്ലെ? രേഖ് കർ ചലത്തെ ഹെ. रेग कर चलने वाले जीव जंतुओं की सूची बनाइए और कक्षा में प्रदर्शित कीजिए. സ്നേക്കിനെ പോലെ വേറെയും ക്രോൾ ചെയ്യുന്ന കുറച്ച് ജീവികളുടെ പേരുകൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് ക്ലാസ്സിൽ കാണിക്കുക. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സാപ്പ് ഓൾറെഡി പറഞ്ഞു. ചിപ്കലി പല്ലി, ചിപ്കലി ക്രോൾ ചെയ്യും അല്ലെ? ഗോങ്ക സ്നെയിൽ, കേഞ്ചുവ എർത്ത് വോം, പിന്നെ കാറ്റർപില്ലർ കേക്കഡ, ഇതൊക്കെ ക്രോൾ ചെയ്തുകൊണ്ടാണ് സഞ്ചരിക്കുന്നത്. राजमहल में कवि सम्मेलन की सूचना देने के लिए डिंडोरा पीटा जा रहा था. आजकल ऐसे सूचनाएं कैसे दी जाती है? രാജകൊട്ടാരത്തിൽ കവി സമ്മേളനം നടന്നത് ഡിൻഡോര അല്ലെങ്കിൽ ഡ്രം അടിച്ചിട്ടാണ് എല്ലാരെയും അറിയിച്ചത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് പല വഴികളും ഉണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ TV, അഖ്ബാർ എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ, നോട്ടീസുകള്, പോസ്റ്ററുകള്, പിന്നെ ഫോൺ സന്ദേശം, വാട്സാപ്പോ അല്ലെങ്കിൽ മൊബൈലിലോ മെസ്സേജ് അയക്കാം, ഇമെയിൽ അയക്കാം, വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാം അല്ലെ? അങ്ങനെ പല പല വേസ് ഉണ്ട് നമുക്കിപ്പോ. आपके विद्यालय में कवि सम्मेलन का आयोजन किया जा रहा है. आप इसकी सूचना कैसे देंगे? നിങ്ങളുടെ സ്കൂളിൽ ഒരു കവി സമ്മേളനം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇത് എല്ലാരെയും അറിയിക്കാം? കുറേ വേസ് ഉണ്ട്. സ്കൂൾ में नोटिस बोर्ड पर नोटिस लगाना, നോട്ടീസ് ബോർഡിൽ നോട്ടീസ് വെക്കാം. कक्षा में छात्रों को सूचना देना, എല്ലാ ക്ലാസ്സുകളിലും പോയിട്ട് അനൗൺസ് ചെയ്യാം. ഫോൺ സന്ദേശ് ഭേജ്ന, എല്ലാവർക്കും ഇപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും അല്ലെ? അതിലേക്ക് അയക്കാം. സ്കൂൾ की वेबसाइट पर घोषणा करना, സ്കൂളിന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാം. പോസ്റ്റർ തയ്യാർ करके സ്കൂൾ में टांगना, പോസ്റ്റർ തയ്യാറാക്കിയിട്ട് സ്കൂളിൽ തൂക്കാം. അങ്ങനെ പല പല വേസ് ഉണ്ട് അല്ലെ? भाषा की बात, मुहावरे हमेशा एक विशेष अर्थ देते हैं जो उनके ശാബ്ദിക് അർത്ഥ ഭിന്ന होता है. മുഹാവര എന്ന് പറഞ്ഞാൽ അത് വായിക്കുമ്പം നമുക്ക് തോന്നുന്ന അർത്ഥമായിരിക്കില്ല അതിന്റെ യഥാർത്ഥ അർത്ഥം. ജैसे फूलाना समाना, മുഹാവരെ का अर्थ है अत्यधिक प्रसन्न होना. फूलाना समाना എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. വാക്യപ്രയോഗം,
विद्यालय की खेल प्रतियोगिता में പുരസ്കൃത് होकर രാജു फूला न समा रहा था. ഇത് ഈ ഒരു മുഹാവരനെ വാക്യത്തിൽ പ്രയോഗിച്ചതാണ്. अब आप अपनी लेखन पुस्तिका में निम्नलिखित मुहावरों का अर्थ लिखते हुए अपना वाक्य में प्रयोग कीजिए. ഇവിടെ വേറെ രണ്ട് മുഹാവരേസ് തന്നിട്ടുണ്ട്. അത് വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വാക്യത്തിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുക. മൻമേൽ ലഡ്ഡു ഫൂട്ന, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മനസ്സിൽ ലഡ്ഡു പൊട്ടി എന്ന് മലയാളത്തിൽ പറയും. വളരെയധികം സന്തോഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. मनमें लड्डू फूटना अत्यधिक प्रसन्न होना. जब मीना को अपनी पसंदीदा किताब मिली तो उसका मन में लड्डू फूटने लगा. മീനയ്ക്ക് അവളുടെ ഇഷ്ടപ്പെട്ട പുസ്തകം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ വളരെയധികം സന്തോഷവതിയായി എന്ന് കാണിക്കാനാണ് ഈ ഒരു ലൈൻ. അടുത്തത് മൂതാക്ന. ചാപ്റ്ററിൽ നമ്മൾ കണ്ടു അല്ലേ, മൂതാക്ന എന്ന് പറഞ്ഞ ചുപ് ചാപ്പ് യാ ധ്യാൻ സേ ദേഖ്ന, മിണ്ടാതെ ചുറ്റും മറ്റുള്ളവരുടെയൊക്കെ ഫേസിലേക്ക് നോക്കുന്ന ഒരു രീതിക്കാണ് മൂതാക്ന എന്ന് പറയുന്നത്. मदन जब दरबार में कविता सुनाने लगे तो सभी लोग मुंह ताकने लगे. മദൻ കവിത അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും മറ്റുള്ളവരുടെ മുഖത്തേക്കൊക്കെ നോക്കി. निम्नलिखित गद्यांश में कहीं कहीं विराम चिन्हों का प्रयोग हुआ है. इस गद्यांश को उचित ठहराव के साथ पढ़िए. ഇവിടെ ഒരു ഗദ്യാംശം തന്നിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. उसे देखते ही मदन के मुंह से निकल पड़ा ഒരു കോമ ഉണ്ട്. താക് ജാക്ക ഗോചത് ഹേ. കണ്ടോ, ഇവിടെ വേറൊരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട്. പങ്ക്തിയോं को रटते हुए वह चलता गया. ഒരു ഫുൾ സ്റ്റോപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ रटते रटते उसे अपने आप एक और पंक्ति सूझ गई, कोमा हम जानत का ढूंढत है. नीचे दिए वाक्यों में उपयुक्त विराम चिन्ह लगाकर वाक्य पूरा कीजिए. അപ്പോൾ ഇതേപോലെ ചിഹ്നങ്ങൾ ഈ ലൈൻസിലും കൊടുത്ത് കറക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് നോക്കാം. ക്യാ താക് ജാക് കർ രഹേ ഹോ. അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ എൻഡിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ് ഇടുന്നത്. ഓക്കെ, ക്യാ താക് ജാക് കർ രഹേ ഹോ. അരെ വാ ക്യാ ചൗക്ക മാരാ ഹേ. അരെ വാ, ഇതൊരു എക്സൈറ്റ്മെന്റ് കാണിക്കുന്നതാണ്. അവിടെ നമുക്കൊരു എക്സ്ക്ലമേഷൻ മാർക്ക് വേണം. ഓക്കെ, ക്യാ ചൗക്ക മാരാ ഹേ. ഓക്കെ, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പും ഇടണം. ഇനി ആയേ, ആയേ കഴിഞ്ഞിട്ട് ഒരു ചെറിയ കോമ വേണം. അത് അർദ്ധവിരാമാണ്. ആയേ രാജാ സെ മിൽവാത്താ ഹൂം, ഫുൾ സ്റ്റോപ്പ്. ദാദി ദേഖ്തേ ഹി ബോലി, ദാദി ദേഖ്തേ ഹി ബോലി കഹാൻ ജാ രഹേ ഹോ. ഇവിടെ ഒരു കോമ ഇട്ടതിന് ശേഷം ദാദിയാണ് പറയുന്നത്. ദാദി പറഞ്ഞു എന്ന് നമുക്ക് കാണിക്കണം. ഒരാള് പറയുന്നത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ചിഹ്നം കൊടുക്കുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വേണം. പക്ഷെ അത് രണ്ടും ഒരു ഇൻവേർട്ടർ കോമയുടെ ഉള്ളിലാണ് കൊടുക്കേണ്ടത്. അവർ പറഞ്ഞ എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ചിഹ്നത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ എന്താണ്, ഫസ്റ്റ് വണ്ണിന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വേണം, രണ്ടാമത്തതിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് വേണം, ഒരു ആശ്ചര്യ ചിഹ്നം വേണം, അതിനുശേഷം ഒരു ഫുൾ സ്റ്റോപ്പ്. ആയേ ഒരു കോമ, അർദ്ധവിരാം വേണം. രാജാസെ മിൽവാത്താഹും ഒരു ലൈൻ, പിന്നെ ഒരു അർദ്ധവിരാം അല്ലെങ്കിൽ കോമ വേണം. അതിനുശേഷം ആ പറഞ്ഞ കാര്യങ്ങൾ ഇൻവെർട്ടർ കോമയുടെ ഉള്ളിലാണ്. അതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൊടുത്തു. ഇത് കറക്റ്റ് ആയിട്ട് ഈ ഒരു സ്പേസിൽ നിങ്ങൾ ഓരോരുത്തരും എഴുതുക. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിൽ ചില പോർഷൻസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.